എല്ലാവർക്കും നമസ്കാരം. മഹത്തായ മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം സംസാരത്തിൽ നിന്നും ജീവനെ മുക്തമാക്കുക എന്നതാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് താൻ ആരാണെന്ന് സ്വയത്തോട് തന്നെ ചോദിച്ച് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നതാണ്. ഇക്കാര്യത്തിൽ ഭാരതത്തിൽ ജന്മം ലഭിച്ച നാം ലോകത്തിൽ വച്ച് അങ്ങേയറ്റം സുഹൃതികളാണ്. കാരണം ലക്ഷോപലക്ഷം ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന മണ്ണാണ് നമ്മുടേത്. അതുകൊണ്ട് ഭായിൽ രതിയുണ്ടായിരുന്ന അവരുടെ ഈ നാടിനെ ലോകം ഭാരതം എന്ന് വിളിക്കുന്നു. ലോകത്തിൽ ഭാരതാംബയല്ലാതെ മറ്റൊരു അമ്മയും ഇത്രയധികം ജ്ഞാനികൾക്കും പണ്ഡിതന്മാർക്കും ഗുരുക്കന്മാർക്കും ജന്മം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരിടത്തും ഇത്രയധികം ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടില്ല. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഒന്നിൽ കൂടുതൽ ഗ്രന്ഥങ്ങളുള്ളത് തന്നെ ഹിന്ദുമതമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന മഹത്തായ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു കുറവായാണ് ഇന്ന് ചിലരൊക്കെ നോക്കിക്കാണുന്നത്. എന്നാലും ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് മനുഷ്യരാശിക്ക് അന്നും ഇന്നും എന്നും മുതൽക്കൂട്ടായ ഈ അറിവിൻ്റെ ആഴക്കടലിലേക്കാണ്. മാത്രമല്ല ലോകത്തിൽ വച്ച് അനേകം തീർത്ഥസ്ഥാനങ്ങളുള്ള നാടും ഭാരതം തന്നെയാണ്. പക്ഷേ അവയ്ക്കെല്ലാം തീർത്ഥീകരണ ശക്തി ലഭിക്കുന്നത് ഈ ധന്യാത്മാക്കൾ അതിൽ മുങ്ങി നിവരുമ്പോഴാണ്. ആ പരമ്പരയിലെ അതിശ്രേഷ്ഠനായ ഒരു ഗുരുവായിരുന്നു നാം കേരള ജനതയ്ക്ക് ലഭിച്ച ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാരും. കിളിപ്പാട്ട് രൂപത്തിൽ ആ മഹാത്മാവെഴുതിയ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിന് മുമ്പും പിൻപും ആലപിക്കപ്പെടുന്ന 4 കീർത്തനങ്ങളിൽ 1-ാം പാദ കീർത്തനത്തിലെ ആദ്യത്തെ വരിയാണിത്. വേദസംഗ്രഹമാകുന്ന ശ്രീമദ് ഭാഗവതത്തെ വീണ്ടും സംഗ്രഹിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ കീർത്തനങ്ങൾ. ശ്രീമദ് ഭാഗവതത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുമുക്ഷുവിന് തൻ്റെ ഉദ്യമം കൊണ്ട് നേടാൻ പോകുന്ന ആത്മീയ സമ്പത്തിൻ്റെ ആമുഖ വിവരണമാണ് ഈ കീർത്തനങ്ങൾ 4. അതിൽ മേൽപ്പറഞ്ഞ 1-ാം പാദ കീർത്തനത്തിലൂടെ ജീവൻ്റെ ആത്മബോധത്തെ തൊട്ടുണർത്തിക്കൊണ്ട് മറ്റു 3 കീർത്തനങ്ങളിലൂടെ ശ്രീമദ് ഭാഗവത കഥാസാരത്തെയും ആചാര്യൻ വളരെ സംക്ഷേപിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മോപദേശം ഇറ്റിറങ്ങിയ 14 തുള്ളികൾ കോർത്തിണക്കിയ ഈ അക്ഷരമാല കീർത്തനത്തെ ഒന്ന് മനനം ചെയ്തപ്പോഴുണ്ടായ ആത്മാനുഭൂതിയെ അക്ഷരരൂപത്തിൽ കുത്തിക്കുറിച്ചതാണ് ഈ ചെറിയ പുസ്തകം. അതിൽ വന്നിട്ടുള്ള പിഴകളെ തുഞ്ചത്ത് ദേശികൻ ക്ഷമിക്കുമാറാകണം എന്ന പ്രാർത്ഥനയോടെ ഇതിനെ ഞാൻ ഭക്തജനസമക്ഷം സമർപ്പിക്കട്ടെ. സാനന്തരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാരും. മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവുക സതതം നാരായണ ജയ. ഉള്ളിൽ വിവേകമില്ലാതെ ക്ഷണനേരം പോലും മനുഷ്യൻ ഇവിടെ ജീവിക്കരുതെന്നാണ് തുഞ്ചത്താചാര്യൻ പറയുന്നത്. കാരണം വിവേകമെന്നത് തൻ്റെ സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമായി ഈശ്വരൻ കനിഞ്ഞരുളിയ ഒരു സമ്പത്താണ്. അതിനെ ജീവിതത്തിൽ വിനിയോഗിക്കാത്തവനെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അനുചിതമാണ്. ഈ സമ്പത്തിലൂടെ മനുഷ്യൻ ആത്യന്തികമായി അറിയുന്ന ഒരു വസ്തുതയാണ് താൻ ഇവിടെ ഒരു നാൾ ജനിച്ചവനാണെന്നും
അതായത് ഈ ശരീരത്തിലൂടെ തൻ്റെ പ്രാരബ്ധ കർമാനുഭവത്തിനായി വന്നവനാണെന്നും അതുകൊണ്ട് തന്നെ താൻ മറ്റൊരു നാൾ മരിക്കുമെന്നും, അതായത് ഈ ഉപാധിക്ക് ഒരു കാലദൈർഘ്യമുണ്ടെന്നും അത് അവസാനിക്കുമ്പോൾ ഇതിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും ഉള്ള അറിവ്. ഈ സത്യം മനുഷ്യനല്ലാതെ മറ്റൊരു ജീവികൾക്കും അറിയില്ല എന്നതാണ് മനുഷ്യൻ വിവേകിയാണെന്നതിൻ്റെ തെളിവ്. അതുകൊണ്ട് തന്നെ ഈ ബോധം സദാ ഓർമ്മയിലുണ്ടാകേണ്ടത് മനുഷ്യജന്മം നേടിയവനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യവുമാണ്. ഇവിടെ മരണത്തെക്കുറിച്ച് ബോധവാനാകേണ്ടതിൻ്റെ ഉദ്ദേശം ബുജ്ജന്മസുകൃതമായി കിട്ടിയ മഹത്തായ മനുഷ്യജന്മത്തെ പാഴാക്കാതെ അത് വേണ്ട വിധം അധ്യാത്മ സാധനയ്ക്കു വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. കാരണം മരണമെന്നത് 90-ാം വയസ്സിൽ കയറും വടിയുമായി നമ്മെ തേടിയെത്തുന്ന കറുത്തിരുണ്ട് തടിച്ചു കൊഴുത്ത കൊമ്പൻ മീശക്കാരനായ ഒരു വില്ലനല്ല, മറിച്ച് ജനനത്തോടൊപ്പം തന്നെ നമ്മെ പിന്തുടരുന്ന കാലം എന്ന നിത്യസത്യമാണ്. അധ്യാത്മസാധനയിൽ മനുഷ്യൻ ആദ്യം അറിയേണ്ടത് നാം ഈ ശരീരമല്ല, മറിച്ച് സനാതനവും നിത്യമുക്തവുമായ ആത്മാവാണെന്ന പരമാർത്ഥത്തെയാണ്. ആത്മാക്കൾക്ക് ജനനമരണാദികളില്ല. ജനിക്കുന്നതും മരിക്കുന്നതും ശരീരമാണ്. അതുപോലും പ്രകൃതിയുടെ സ്വഭാവമായ വികാരങ്ങൾക്ക്, അതായത് നാമരൂപങ്ങളുടെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുവെന്നതൊഴിച്ചാൽ യാതൊരു വസ്തുവും ഇവിടെ പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. ശരീരമെന്നത് പ്രകൃതിതത്വങ്ങളായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഉപാധി മാത്രമാണ്. ഇത് ഒരു ഭൗതിക വസ്തുവാണെന്നും അത് പ്രകൃതിയിൽ ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണെന്നും നമുക്കറിയാം. ആ കാലഘട്ടത്തിനുള്ളിൽ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ജീവന് എന്തോ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കർമ്മം നിറവേറ്റേണ്ടതുണ്ട്. അതിനെ നാം അധ്യാത്മസാധന എന്ന് പറയുന്നു. ഈ ബോധമാണ് മുകളിൽ പറഞ്ഞ വിവേകം. കോടി ജന്മങ്ങൾ പിന്നിട്ട് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ താൻ ആരാണെന്നും ഇവിടെ എന്തിനു വേണ്ടി വന്നുവെന്നും ഇനി എങ്ങോട്ടെന്നും ഉള്ള ആത്മവിചാരം ചെയ്യാൻ ഈ മനുഷ്യ ശരീരത്തെയും അതിൻ്റെ മാത്രം പ്രത്യേക സവിശേഷതയായ വിവേകത്തെയും മുതലെടുക്കണമെന്ന് ആചാര്യൻ ഈ പദ്യത്തിലൂടെ നമ്മെ ഉപദേശിക്കുന്നു. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നീല മരിക്കുമിതെന്നും, കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തില്ല എന്നേ കാണൂ നാരായണ ജയ. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും കാലത്തെ ശാസ്ത്ര വികസനത്തിലൂടെ മനുഷ്യൻ നേടിയെടുത്ത സകല നേട്ടങ്ങളും അനിത്യമായ ഈ ശരീരത്തെ പോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും സുഖിപ്പിക്കുവാനും വേണ്ടിയുള്ളത് മാത്രമാണ്. ഇന്ദ്രിയദ്വാര ജീവൻ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ഈ സ്ഥൂല ശരീരത്തിലൂടെയാണ്. ശ്മശാനത്തിൽ നിൽക്കുമ്പോൾ പോലും മനുഷ്യൻ ഈ ശരീരത്തിൻ്റെ അനിത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ അത് നിത്യനായ ആത്മാവിൻ്റെ സനാതനത്വം സ്വയം ബോധ്യപ്പെടുന്നതാകാം എന്ന് മാത്രമേ ഊഹിക്കാൻ വഴിയുള്ളൂ. ഒരു ഉറുമ്പിനെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് തൻ്റെ പ്രാണനും കൊണ്ട് പായുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. അതിന് കാരണം പ്രപഞ്ചത്തിലുള്ള സകല ഭൂതങ്ങളും തങ്ങൾക്ക് ലഭിച്ച ഈ ശരീരം നിത്യമെന്ന് കരുതി അതിലൂടെ വിഷയാനുഭവം ചെയ്തുകൊണ്ട് ഉള്ള കാലം മുഴുവൻ ഇവിടെ കഴിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരീരാത്മഭേദമറിയാത്ത അവയെപ്പോലെ വിഷയങ്ങളെ അനുഭവിക്കാൻ വിവേകിയായ മനുഷ്യൻ കാണിക്കുന്ന ഈ വെമ്പൽ തികച്ചും ആശ്ചര്യപൂർണമായ വസ്തുത തന്നെ. ശീര്യതേ ഇതി ശരീരഃ, ദഹ്യതേ ഇതി ദേഹഃ. ശരീരം പ്രകൃതിയുടെ വസ്തു ആയതിനാലും മാറ്റം പ്രകൃതിയുടെ നിയമമായതുകൊണ്ടും അത് സദാ വികാരിയായി തന്നെ ഇരിക്കുന്നു. ഷഡ്ഭാവങ്ങൾക്ക് വിധേയമാണ് ശരീരം. അത് ഒരമ്മയുടെ ജഠരത്തിൽ നിന്നും ഒരു നാൾ ജനിക്കുന്നു, കുറേ കാലം ഇവിടെ നിലനിൽക്കുന്നു, വളരുന്നു, മറ്റു ശരീരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, കാലാന്തരത്തിൽ ക്ഷയിക്കുന്നു, ഒടുവിൽ നശിക്കുന്നു. ഈ 6 മാറ്റങ്ങൾ കൂടിയാൽ ഒരു 100 വർഷങ്ങൾക്കകം ഈ ശരീരത്തിന് സംഭവിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ നിത്യവും പൂർണ്ണനും അജനും പുരാണനുമായ ഈ നാം ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന സമയം അതിൻ്റെ ഉപയോഗം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ആചാര്യൻ ഈ പദ്യത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നു.
കിമപി വിചാരിച്ചിടുകിൽ മാനുഷജന്മനി വേണം, മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബധ നാരായണ ജയ. മനുഷ്യജന്മത്തിൻ്റെ മേന്മയാണ് വീണ്ടും ആചാര്യൻ ഈ പദ്യത്തിൽ എടുത്തു പറയുന്നത്. ശരീരത്തിൻ്റെ അനിത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ തൻ്റെ വിവേകത്തെ ഉപയോഗിക്കുന്നവനും തനിക്ക് ലഭിച്ച ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ചിരിക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവ് ഇന്ന് മനുഷ്യനെ പോലെ മറ്റൊരു ജീവിക്കും ഈശ്വരൻ നൽകിയിട്ടില്ല. മോക്ഷപ്രാപ്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവജന്മത്തെക്കാളും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. കാരണം കർമ്മങ്ങളുടെ വിളനിലമായ ഭൂമിയിൽ മനുഷ്യജന്മത്തിലൂടെ ജീവന് മോക്ഷം സാധ്യമാകുന്നു. എന്നാൽ സ്വർഗത്തിലാകട്ടെ ദൈവജന്മത്തിലൂടെ പുണ്യം ക്ഷയിക്കുമ്പോൾ ജീവന് പതനമുണ്ടാകുന്നു. അവർക്ക് വീണ്ടും ഇവിടെ വന്ന് സാധന ചെയ്തു വേണം ഊർധ്വഗതിയെ പ്രാപിക്കുവാൻ. ശ്രീമദ് ഭാഗവതത്തിൽ രഘുഗുണ മഹാരാജൻ പറയുന്നു, അഹോ നൃജന്മാഖില ജന്മശോഭനം. അഹോ, ഈ മനുഷ്യജന്മം സകല ജന്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അധ്യാത്മസാധനയ്ക്കുതകുന്ന ഏറ്റവും മഹത്തായ ജന്മമാണ് മനുഷ്യജന്മം. സത്സംഗത്തിൻ്റെ ഉപലബ്ധിയാണ് മനുഷ്യജന്മത്തിൻ്റെ മറ്റൊരു മേന്മ. മനുഷ്യൻ ശക്തിയിലൂടെയല്ല മറിച്ച് ബുദ്ധിയിലൂടെയാണ് ഈ ലോകം കൈയടക്കി വച്ചിരിക്കുന്നത്. വിവേകപൂർണമായ മനുഷ്യജന്മത്തിലൂടെ ജീവൻ ആത്മീയ പുരോഗതിയെയാണ് ലക്ഷ്യമാക്കേണ്ടത്. കാരണം ജനനമരണങ്ങളില്ലാത്ത നിത്യമുക്താവസ്ഥയിലേക്ക് ജീവനെ എത്തിക്കുവാൻ കഴിയുന്നത് മനുഷ്യജന്മത്തിന് മാത്രമാണ്. ആയതിലേക്ക് ഒരു പടി പോലും ഉയരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജന്മം വ്യർത്ഥമെന്ന് പറയാതെ വയ്യ. പ്രാണികൾക്ക് ഭൂമിയിൽ മുഖ്യമായി ആഹാരം, ഉറക്കം, ഇണചേരൽ, പ്രതിരോധനം എന്നിങ്ങനെ 4 പദ്ധതികളാണുള്ളത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഭുജിക്കുക, ശരീരം തളരുമ്പോൾ കിടന്നുറങ്ങുക, ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി ഇണചേരുക, പ്രാണരക്ഷാർത്ഥം സ്വയം പ്രതിരോധിക്കുക. ഈ പ്രവൃത്തികൾ ലോകത്തിൽ സകല പ്രാണികൾക്കും സാധ്യമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം നാം മനുഷ്യൻ പരിഷ്കൃതനാണ്, മറ്റുള്ള ജീവികളെപ്പോലെയല്ല നാം ഈ 4 പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന്. പക്ഷേ പരിഷ്കൃതമായാലും അപരിഷ്കൃതമായാലും പ്രസ്തുത കർമ്മങ്ങൾക്ക് ഗുണത്തിലും രൂപത്തിലും യാതൊരു വ്യത്യാസവും ഇല്ലെന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ കേവലം ഈ 4 കർമ്മങ്ങൾക്കുപരി അനേകം ശ്രേഷ്ഠമായ കർമ്മങ്ങളെ ചെയ്യാൻ മനുഷ്യന് സാധ്യമാണ്. ആ കർമാചരണങ്ങളിലൂടെയാണ് മനുഷ്യൻ മറ്റുള്ള ഭൂതങ്ങളിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ ശ്രേഷ്ഠനാകുന്നതും. അപ്പോൾ കൃമിജന്മത്തിൽ പോലും സാധ്യമായ അല്പകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം മനുഷ്യൻ ജീവിതം ജീവിച്ചു തീർക്കുന്നത് തികച്ചും പരിതാപകരമായ കാര്യമാണ്. ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ ഒരു ജീവന്റെ പ്രാർത്ഥനയായിട്ടാണ് എഴുത്തച്ഛൻ തൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നത്. ഔദുംബരത്തിൽ മശകത്തിനു തോന്നും ഇതിൻ മീതേ കഥാപി സുഖമില്ലെന്നു തൽപ്പരിച്ചു ചേതോ വിമോഹിനി മയക്കായികമായ. ഉദുംബമരത്തിൻ്റെ കായയ്ക്കുള്ളിൽ കഴിയുന്ന മശകം, അതായത് കീടം, വിചാരിക്കുന്നു പ്രപഞ്ചത്തിൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ഈ സുഖത്തിന് മേലെ മറ്റൊരു സുഖവും ഇല്ലെന്ന്. എന്നാൽ അതുപോലെ ഞാൻ ശരീരമാണ് എന്നിങ്ങനെയുള്ള അജ്ഞാനത്താൽ അവിടുത്തെ ചേതോവിമോഹിനിയായ മായ എന്നെ തെറ്റിദ്ധരിപ്പിക്കരുതേ അലയോ നാരായണ. കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ട് ഒരുവനുമുണ്ടോ നാരായണ ജയ. ഇന്ന് നമുക്ക് ചുറ്റും നാം പല വിധത്തിലുള്ള മനുഷ്യരെ കാണുന്നുണ്ട്. പണക്കാർ, പാവപ്പെട്ടവർ, പണ്ഡിതന്മാർ, പാമരന്മാർ, സൗന്ദര്യമുള്ളവർ, വിരൂപന്മാർ, അന്ധന്മാർ, ബധിരന്മാർ, അംഗഭംഗം വന്നവർ, വ്യാധികൾ അനുഭവിക്കുന്നവർ, സുഖികൾ, ദുഃഖികൾ എന്നിങ്ങനെ പോകുന്നു ആ അവസ്ഥകൾ. ചിലർ ജീവിതത്തിൽ വളരെയധികം സുഖിക്കുന്നു, എന്നാൽ ചിലരാകട്ടെ വളരെയധികം ദുഃഖിക്കുന്നവരാണ്. ചിലർ ചെറ്റക്കുടിലുകളിൽ ജനിക്കുന്നു, എന്നാൽ മറ്റു ചിലർ മാളികകളിൽ വന്ന് പിറക്കുന്നു. പക്ഷേ നാം ഒരിക്കലും ചിന്തിക്കാറില്ല ഈ വ്യത്യസ്ത ഭാവങ്ങളുടെ കാരണമോ മാനദണ്ഡമോ. ഇങ്ങനെ ഓരോ ജീവന്മാർ ഓരോ അവസ്ഥകളിൽ ജന്മമെടുക്കുന്നതിന് കാരണം
ആ ജീവന്മാർ പണ്ട് തങ്ങളുടെ പല ജന്മങ്ങളിലായി ചെയ്ത പുണ്യവും പാപവുമായ കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മൾ വളരെ നിസ്സാരതയോടുകൂടി തള്ളിക്കളയുന്ന കർമ്മഗതികളുടെ സാങ്കേതികത്വം എത്ര കണ്ട് ശക്തമാണെന്ന് ഓർക്കണം. സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സുഖിക്കുന്നവനെ നോക്കി അസൂയപ്പെടുകയോ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് തൽഫലമായി പാപം നേടി ദുഃഖിക്കുന്നവരെ കണ്ട് പരിതപിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരും തങ്ങളുടെ കർമ്മഫലങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ജന്മങ്ങൾ ഉണ്ടാകുന്നതും. ആയതിനാൽ ഈ പദ്യത്തിലൂടെ എഴുത്തച്ഛൻ മനുഷ്യരെ കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യിക്കുവാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഇവിടെ സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരും തന്നെ അനുഭവിക്കുന്നില്ല. ആഗ്രഹങ്ങളാണ് സുഖദുഃഖങ്ങളുടെ മൂലകാരണമെന്ന് ബുദ്ധവചനം ഓർക്കുക. ചിന്തയിൽ നിന്നും ആഗ്രഹങ്ങൾ ഉദിക്കുന്നു, ആഗ്രഹങ്ങൾ കർമ്മങ്ങളായി മാറുന്നു, കർമ്മങ്ങൾ എപ്പോഴും ഫലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കർമ്മഫലങ്ങൾ സുഖദുഃഖങ്ങളെ പ്രദാനം ചെയ്യുന്നു. മനുഷ്യൻ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ സ്വഭാവമനുസരിച്ച് അവൻ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാരം. സുഖം എന്നത് ദുഃഖത്തെയും ദുഃഖം എന്നത് സുഖത്തെയും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന അനിത്യങ്ങളായ ഭാവങ്ങളാണ്. കയറ്റത്തിനിറക്കം എന്നതുപോലെ പരസ്പര ബദ്ധങ്ങളായ ഉപാധികളിലൂടെയുണ്ടാകുന്ന വ്യത്യസ്ത അനുഭവങ്ങളാണ് സുഖദുഃഖങ്ങൾ. ഉദാഹരണത്തിന്, ആഗ്രഹിച്ച ഒരു വസ്തു ലഭ്യമാകാത്തപ്പോഴുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ ഉപരിതലത്തിലാണ് ആ വസ്തു ലഭ്യമാകുമ്പോഴുണ്ടാകുന്ന സുഖം അഥവാ സന്തോഷം നിഴലിക്കുന്നത്. അതേ സുഖത്തിന്മേൽ അഥവാ സന്തോഷത്തിന്മേലാണ് ആ വസ്തു പിന്നീട് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖം നിഴലിക്കുന്നതും. സുഖമില്ലാതെ ദുഃഖത്തിനും ദുഃഖമില്ലാതെ സുഖത്തിനും നിലനിൽപ്പില്ല എന്ന് ചുരുക്കം. ഇവിടെ സകല ഭൗതിക വസ്തുക്കളും അനിത്യങ്ങളായിരിക്കെ എല്ലാം തന്നോട് ചേർന്നിരിക്കുന്നതോ അഥവാ താൻ എല്ലാത്തിനോടും ചേർന്നിരിക്കുന്നതോ ആയ അവസ്ഥ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ലാഭനഷ്ടങ്ങളിൽ നിന്നും ശീതതാപാദികളിൽ നിന്നുമൊക്കെ സുഖദുഃഖങ്ങൾ വന്നും പോയും ഇരിക്കുന്നു. സുഖദുഃഖങ്ങളില്ലാത്ത ജീവിതം ഭൂമിയിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ആചാര്യൻ നമ്മോട് തന്നെ ചോദിക്കുകയാണ്.